താങ്കൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എത്ര ശ്രമിച്ചിട്ടും ജീവിതം സ്റ്റക്കായി നിൽക്കുകയാണെന്ന്? അതായത് നമ്മളൊരു വള്ളംകളി മത്സരമൊക്കെ കാണാറുണ്ട്. അതിൽ ബാക്കിയുള്ളവരുടെ വള്ളമെല്ലാം മുന്നോട്ട് പോകുമ്പോൾ നമ്മളും വല്ലാതെ തുഴയുന്നുണ്ട്. പക്ഷേ നമ്മുടെ വള്ളം മാത്രം അനങ്ങാതെ നിൽക്കുന്നു. അതായത് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ സ്റ്റക്കായ പോലെ തോന്നുന്നത്? കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ടാരോ പഠിപ്പിക്കുകയും ടാരോ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കാറുള്ളത്, സാറേ ഞാൻ ജീവിതത്തിൽ സ്റ്റക്കായിപ്പോയി. അതായത് എന്ത് ചെയ്തിട്ടും എങ്ങോട്ട് ചെയ്തിട്ടും ജീവിതം മുന്നോട്ട് പോകുന്നില്ല. ഇത് പല മേഖലയിൽ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ചിലവർ ഉദാഹരണത്തിന് ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, കുറേ പഠിക്കുന്നു, കുറേ പരീക്ഷ എഴുതുന്നു, ലിസ്റ്റിൽ വരുന്നു, പക്ഷെ ജോലി കിട്ടുന്നില്ല. മറ്റു ചിലരാവട്ടെ ഫിനാൻഷ്യൽ ഇതിൽ വലിയ കടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, എന്ത് ചെയ്തിട്ടും അതിൽ നിന്ന് ബ്രേക്ക് ആവാൻ പറ്റുന്നില്ല. ചിലവർ ബിസിനസ് തുടങ്ങുന്നു, അതിൽ നിന്ന് ഇതാവുന്നില്ല. മറ്റ് ചിലരാണെങ്കിലോ റിലേഷൻഷിപ്പ് ഇതിൽ ഇതായിരിക്കുന്നു. അതായത് ഒരു വ്യക്തതയില്ലാതെ നാം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ ഇരുട്ടിൽ തപ്പുക എന്ന് പറയുന്നൊരവസ്ഥ. ഈ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ചാണ് താങ്കളോട് സംസാരിക്കുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. താങ്കൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. ഞാനൊരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. ഇപ്പോൾ ഞാനൊരു സ്പിരിച്വൽ കോച്ചാണ്, ടാരോ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. താങ്കൾക്ക് എപ്പോഴെങ്കിലും ടാരോ പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ്. അതിനുശേഷം താങ്കൾക്ക് ഇത് ആഴത്തിൽ പഠിക്കാവുന്നതുമാണ്. അപ്പോൾ ആദ്യം ആയിട്ട് നമ്മൾ നാറാണത്ത് ഭ്രാന്തൻ്റെ കഥ കേട്ടിട്ടുണ്ട്. നാറാണത്ത് ഭ്രാന്തൻ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാം. അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ഒരു കല്ല് ഒരു മലയുടെ മുകളിലേക്ക് ഉരുട്ടി കയറ്റുന്നു, മുകളിൽ നിന്ന് അത് വിടുന്നു, ചിരിക്കുന്നു. നമ്മൾ സമാനമായിട്ട് പണിയെടുക്കുന്നു. നമ്മൾ പക്ഷേ കല്ല് ഉരുട്ടി വിട്ട് ചിരിക്കുന്നില്ല, പക്ഷേ കല്ല് ഉരുണ്ട് പോവുകയാണ് ഒരു ഘട്ടത്തിൽ. ഞാനിത് പറയാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ ജീവിതം മാറണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ ചിന്തകൾ മാറണം എന്നുള്ളതാണ്. അതായത് ഒരേ ചിന്തകളും ഒരേ പ്രവർത്തനങ്ങളും ചെയ്തിട്ട് ഒരു ഡിഫറെൻറ്റ് റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് നിങ്ങളൊരു ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക. നമ്മൾ ഓട്ടോ ഓടിച്ചാൽ നമുക്ക് എത്ര വരുമാനം കിട്ടും നമുക്കറിയാവുന്ന ചൂടുണ്ട്, അതേപോലെ ഓട്ടോ മെയിൻ്റനൻസ്, നമുക്ക് ദിവസം പോലും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളും, അതേപോലെ നമുക്ക് എന്താ പറയുക ഫിനാൻഷ്യൽ ബർഡനും വരികയാണ്. അപ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുക, എന്നാൽ നമുക്ക് രാവിലെ കുറച്ച് നേരത്തെ എഴുതിയിട്ട് രാത്രി വൈകുന്നവരെ ഓട്ടോ ഓടിച്ചാലോ. അതുകൊണ്ട് എന്താണ് ക്ഷീണം കൂടുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് അപ്പോഴും നമ്മൾ ഒരേ കാര്യമാണ് ചിന്തിക്കുന്നത്. എന്താണ് ചിന്തിക്കുന്നത്? അതായത് എനിക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു, എനിക്ക് പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുന്നില്ല, കുടുംബം റൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതേ പ്രശ്നങ്ങൾ ഇതാക്കുമ്പോൾ എന്ത് പറ്റുക വെച്ച് കഴിഞ്ഞാൽ ഈ ചിന്തിക്കുന്ന കാര്യമാണ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ കൂടുതൽ പ്രശ്നങ്ങൾ അട്രാക്ട് ചെയ്യും, കൂടുതൽ ആരോഗ്യം ഇത് അട്രാക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണമെങ്കിൽ ആദ്യം നമ്മുടെ പ്രവൃത്തിയും ചിന്തയും മാറണം എന്നുള്ളതാണ്. ഇതാണ് ആദ്യം തന്നെ. അതായത് യു ഹാവ് ടു ബ്രേക്ക് ദ പാറ്റേൺ. അല്ലാതെ നമുക്ക് ഒരിക്കലും ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാവില്ല. ബെർണാഡ് ഷോയുടെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്, ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്തിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫലമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ദാറ്റ്സ് എ സൈൻ ഓഫ് ഇൻസാനിറ്റി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് ജീവിതം സ്റ്റക്കായി പോയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡീപ്പ് ബ്രീത്തിനെടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുക, എന്താണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിന്? ഒരേ കാര്യം തന്നെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരേ കാര്യം തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് എങ്ങനെ റിസൾട്ട് കിട്ടും? അപ്പോൾ ഇവിടെയാണ് നമുക്ക് എന്ത് പറ്റുന്നത്, നമുക്കൊരു ക്ലാരിറ്റി വേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആളുകൾ നമ്മളൊന്ന് ചോദിക്കാറുണ്ട്, സാറേ നമ്മൾ സ്റ്റക്കായി നിൽക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു ടാരോ റീഡർ എന്ന നിലയിൽ ഇവരുടെ ഇത് കേട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ ഷഫിൾ ചെയ്തിട്ട് നമ്മൾ പറയും എന്ത് എനർജിയിലാണ് അവർ നിൽക്കുന്നത് നോക്കും. പ്രധാനമായിട്ടും 5 മേഖലകളിലാണ് ആളുകൾ സ്റ്റക്കായി നിൽക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഡെമോക്ക് ഇതിൽ നിന്നൊരു കാർഡ് എടുക്കുകയാണ്. ഇത് താങ്കളുടെ ഇതുമായിട്ട് റെസണേറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് നമ്മളൊരു കാർഡ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കാർഡ് കിട്ടി. ഈ കാർഡ് നമ്മൾ നോക്കുമ്പോൾ 4 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. ഈ കാർഡ് നമുക്ക് കണ്ടറിയാൻ പറ്റും, മനോഹരമായിട്ടൊരു കാർഡാണ്. ഒരു പന്തലുണ്ട്, 2 വ്യക്തികൾ അതിനടുത്തേക്ക് നടന്നു വരുന്നു, ബാക്കിലൊരു വീട് കാണാം. അപ്പോൾ ഈ കാർഡാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഈ കാർഡ് എന്ന് പറയുന്നത് 4 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് ഒരു ഒരു മൈനർ മാനിഫെസ്റ്റേഷനും ഒരു വിജയത്തിൻ്റെ കാർഡുമാണ് കാണുന്നത്. അതായത് ഈ വ്യക്തി എന്താ പറയുക, അദ്ദേഹത്തിന് ആഗ്രഹങ്ങൾ കുറവാണ് എന്നുള്ളതാണ് അർത്ഥം. അതായത് അദ്ദേഹത്തിന് അച്ചീവ് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് സക്സസ് കിട്ടിയപ്പോൾ അതിന് മുന്നോട്ട് പോകാൻ അദ്ദേഹം ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഇതൊക്കെ മതി, ഇതിനപ്പുറം പോകാനുള്ള ഒരു പേടി എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ എത്ര ദൂരം ഒറ്റയ്ക്ക് യാത്ര ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഒരേ പാറ്റേൺ, അപ്പോൾ അതേപോലെ നമ്മൾ ഓരോ എന്താ പറയുക, നമ്മൾ എനർജി റീഡ് ചെയ്ത് നോക്കും, എവിടെയാണ് ഈ വ്യക്തി സ്റ്റക്കായി നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ആ വ്യക്തി കണ്ടത് 4 ഓഫ് വാണ്ട്സ് ആണ്. 4 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് ഫയർ എന്ന് പറയുന്നതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് 1 മണിക്കൂറിൽ അരി തിളയ്ക്കണം. നമ്മൾ അടുപ്പിൽ ചോറ് വെച്ചിട്ടുണ്ട്, വെള്ളം ഇതും വെച്ചിട്ടുണ്ട്, അടിയിൽ തീയുണ്ട്. തീ ആളി കത്തിക്കാതെ ചെറിയൊരു ബേണറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് 3-4 മണിക്കൂർ എടുക്കും. അതായത് ഈ വ്യക്തിയുടെ ഫയറിൻ്റെ ലെവൽ കുറവാണെന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന് ഊർജ്ജം, അദ്ദേഹം അത് കൂട്ടാതെ അദ്ദേഹത്തിൻ്റെ റിസൾട്ട് മാറില്ല. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ എനർജിയുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കുന്നത് ഫയറാണ്. ഫയർ എന്ന് പറയുന്നത് 4 എന്ന ഇതിലാണ് നിൽക്കുന്നത്. നമുക്ക് 14 വരെ കൂട്ടാൻ പറ്റും, അതിൽ 4 മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആ വ്യക്തി ഫയറിൻ്റെ എനർജി കൂട്ടിയാൽ മാത്രമേ ആ വ്യക്തിക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ആ വ്യക്തിക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജിയിൽ മാറ്റം വരുത്തണം. ഓക്കെ, ഉദാഹരണത്തിന് എന്നോടൊരു ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാറേ ഇൻ്റർവ്യൂവിന് കുറേ പോകുന്നു, ജോലി കിട്ടുന്നില്ല, 2-3 വർഷമായി പല ഇൻ്റർവ്യൂവിന് പോകുന്നു, അവർ ചിലപ്പോൾ സെലക്ട് ചെയ്യും, അവസാന നിമിഷം പിന്നെ ലിസ്റ്റിൽ നോക്കുമ്പോൾ നമ്മൾ ഉണ്ടാവില്ല, നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവുന്നു. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു കാര്യം ചെയ്യും, 2-3 ഫോട്ടോസ് എനിക്ക് ഇൻ്റർവ്യൂവിനുള്ളത് നിങ്ങൾ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏകദേശം ഒരേ പാറ്റേണിലാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത ഇൻ്റർവ്യൂവിൽ നിങ്ങൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് പോകും. ഉദാഹരണത്തിന് നിങ്ങൾ തലേന്ന് ഒരു സലൂണിൽ പോയി നന്നായിട്ട് മുടിയൊക്കെ വെട്ടി ഒരു ബെറ്റർ ലുക്ക്, ഒരു ഫേസ് വാഷൊക്കെ അതായത് ഫേഷ്യൽ ചെയ്തിട്ട് ഒരു ബെറ്റർ അപ്പിയറൻസിൽ പോകൂ. ഡ്രസ്സ് ഞാൻ പറഞ്ഞു ഷർട്ടിൻ്റെ ക്വാളിറ്റി മാറ്റൂ. കാരണം ഇതെല്ലാം നമുക്ക് ആളുകൾ ഒബ്സർവ് ചെയ്യും. അപ്പോൾ ആ വ്യക്തി അത് ചെയ്തപ്പോൾ നെക്സ്റ്റ് 2-3 ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഹി ക്രാക്ഡ് ഇറ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് മാറുമ്പോൾ ആ വ്യക്തിയുടെ എനർജി ലെവലിൽ മാറ്റം വന്നു എന്നുള്ളതാണ്. അതായത് അതുവരെ അദ്ദേഹം ധരിച്ചിരുന്ന ഒരു 1200-1300 ഷർട്ടാണ് അദ്ദേഹം അപ്ഗ്രേഡ് ചെയ്തു, 2500 ഷർട്ട് മേടിച്ചിട്ടു. ഒരു 2500 ഷർട്ട് നമ്മൾ മേടിച്ചിടുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ മാറ്റം വരും. നമ്മൾ ഹോട്ടലിൽ നമ്മൾ നോക്കിയാൽ മതി, ഒരു സാധാരണ തട്ടുകടയിൽ കയറി കഴിക്കുന്ന ഫീലല്ല ഒരു വലിയ ഹോട്ടലിൽ കയറുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും. സാധാരണ നമ്മൾ ഉറക്കമുണ്ടെന്ന ആളാണെങ്കിൽ അവിടെ ചിലപ്പോൾ പതുക്കമുണ്ടും. അപ്പോൾ ആ എനർജിയിൽ വരുന്ന മാറ്റമാണ്. അപ്പോൾ ആദ്യമായിട്ട് താങ്കളോട് പറയാനുള്ളത്, ജീവിതത്തിൽ സ്റ്റക്കായി പോയെങ്കിൽ എനർജി നോക്കുമോ, എന്ത് എനർജിയിലാണ് താങ്കൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്, ആളുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ, ആളുകൾക്ക് അതായത് ഒരുപാട് ചിന്തകളും ആശയങ്ങളും ഉണ്ട്, പക്ഷേ അതൊന്നും പ്രാവർത്തികമാക്കാനുള്ള ആക്ഷൻ ഇല്ല. അതായത് ഈ വ്യക്തിക്ക് എന്താ പറയുക, പല ഐഡിയാസും പലതും ചെയ്യണമെന്നുണ്ട്, പല കാര്യങ്ങളുണ്ട്, പക്ഷേ അതിനൊക്കെ കുറേ എക്സ്ക്യൂസ് ഉണ്ടാവും. ഒരു സിമ്പിളായിട്ടുള്ള ആക്ഷൻ എടുക്കില്ല എന്നുള്ളതാണ്. അതായത് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പേടിയാണ്. ഓക്കെ, ആ പേടി ഉള്ളതുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. അപ്പോൾ പലപ്പോഴും നമ്മൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് ചോദിക്കണം, എന്ത് ആക്ഷനാണ് എടുക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തോ നിങ്ങളോട് നിങ്ങളുടെ അതേ പ്രശ്നം പറയുകയാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിനെ അഡ്വൈസ് ചെയ്യും, പക്ഷേ നമ്മുടെ പ്രശ്നത്തിന് നമ്മൾ അഡ്വൈസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ടാരോ വീണ്ടും ഒരു ഫ്രണ്ടായിട്ട് വരുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് എന്ത് ആക്ഷനാണ് ഈ വ്യക്തി എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു കാർഡ് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊരു മേജർ ആർക്കാന കാർഡാണ്. ഈ വ്യക്തി കണ്ണ് തുറന്ന് പിടിച്ച് ഒരു കയ്യിൽ വാൾ പിടിച്ചിരിക്കുന്നുണ്ട്. അതിനർത്ഥം വാള് എന്ന് പറയുന്നത് ഇൻ്റലക്റ്റിൻ്റെ ഇതാണ്, മറ്റേ കയ്യിൽ ത്രാസ് പിടിച്ചിരിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ജസ്റ്റിസ് എന്ന് പറയുന്നത് ബാലൻസിൻ്റെ കാർഡാണ്. നമ്മൾ എന്താ പറയുക, കർമ്മ എന്നൊക്കെ പറയുന്ന ഒരു കാർഡാണ്. അതായത് മുന്നോട്ട് പോകാൻ കണ്ണ് തുറന്ന് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നീതിപൂർവ്വം മുന്നോട്ട് പോകണം, യാതൊരു ഇതും കാണിക്കരുത്. ഹി ഹാസ് ടു ടേക്ക് ആക്ഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കുക. എന്ത് ആക്ഷനൊക്കെ പറഞ്ഞാൽ കണ്ണ് തുറന്ന് നീതിപൂർവ്വം മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് അങ്ങനെ ജീവിതത്തിൽ ക്ലാരിറ്റി കിട്ടുന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത്, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന വീഡിയോ, നമ്മുടെ മനസ്സ്. ഈ ചെറുപ്പകാലം തൊട്ടേ നമ്മൾ ശേഖരിച്ച് വയ്ക്കുന്ന കുറേ നെഗറ്റീവ് എനർജീസ്, നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് പാറ്റേൺസ് എല്ലാം ഉണ്ട്. അതായത് മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ക്ലീൻ ചെയ്യാറില്ല. ഓക്കെ, ഞാൻ റീസെൻ്റായിട്ട് ബുക്ക് കണ്ടു, സ്പിരിച്വൽ ഹൈജീൻ എന്ന് പറഞ്ഞ ഒരു ബുക്ക് കണ്ടു, ആത്മീയ ശുചിത്വം. നമ്മൾ ശുചിത്വം എന്ന് പറഞ്ഞ വാക്ക്, ആ ബുക്കിലെ തുടക്കം തന്നെ അവർ പറയുന്നത്, നമ്മൾ രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നു, ദിവസവും കുളിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ശരീരത്തിൻ്റെ ശുചിത്വത്തിന് വേണ്ടിയിട്ടാണ്. വീട് നമ്മൾ അടിച്ചു വാരുന്നു, തുടയ്ക്കുന്നു. എന്തിനാണ്? വീടിൻ്റെ ശുചിത്വത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ശുചിത്വത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആത്മീയ ശുചിത്വത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആ മനസ്സിനുള്ളിൽ കുറേ ഇമോഷണൽ ബാഗേജ് ഉണ്ട്. ആ ഇമോഷണൽ ബാഗേജ് എന്ന് പറയുന്നത് നമ്മൾ റിലീസ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതായത് ഒരുപക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ നമ്മുടെ ടീച്ചർ നമ്മളെ വഴക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ നിന്നെ എന്തിനു കൊള്ളാം എന്ന് നമ്മുടെ പാരൻസ് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ റിജക്റ്റ് ചെയ്തു പോയ ആദ്യത്തെ ലവ് അഫെയർ, ഇതെല്ലാം കാലങ്ങൾ കഴിഞ്ഞാലും മുറിവായിട്ട് മനസ്സിൽ കിടക്കും. അതൊന്നും നമുക്ക് പുറമേക്ക് വരില്ല, പക്ഷേ അത് നമ്മുടെ കൺട്രോളിങ് എനർജി ആയിട്ട് നിൽക്കും. ഇത് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അറിയാതെ ഇത് മുകളിലേക്ക് വരും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടാരോയിൽ പറയുന്നത് നമ്മളെല്ലാം പരമാത്മാവിൻ്റെ ഒരു കണികയാണെന്നാണ് ടാരോ വിശ്വസിക്കുന്നത്. അതായത് ഇവിടെയുള്ള എങ്ങനെയാണോ വാനിൽ ഈശ്വരൻ നക്ഷത്രങ്ങളെ വാരി വിതറിയിട്ടുള്ളത്, അതേപോലെ മനുഷ്യനെ വാരി വിതറിയിരിക്കുകയാണ്, തൻ്റെ ഒരു അംശം അതിൽ വെച്ചുകൊണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഒരു ദൈവത്തിൻ്റെ മക്കളാണ് എന്നാണ് ടാരോ വിശ്വസിക്കുന്നത്. നാം ഇവിടെ വന്നിരിക്കുന്നത് ഒരു ആത്മീയ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ആത്മീയ യാത്രയിൽ നമ്മൾ 22 ആത്മീയ പാഠങ്ങൾ പഠിച്ച് തിരിച്ച് പരമാത്മാവിൽ വന്ന് ചേരുക എന്ന് പറയുന്നൊരു സങ്കല്പത്തിലാണ് ടാരോ വിശ്വസിക്കുന്നത്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നാം ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഡിവൈൻ പർപ്പസിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ടാരോ പറയുന്നത്. അപ്പോൾ ഈ ഇമോഷണൽ നെഗറ്റീവ് ബാഗേജ് എല്ലാം നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ തരുന്നതാണ്. അതായത് നമ്മളത് എന്താ പറയുക, ഒരു വാട്ടർ തീം പാർക്കിൽ പോകുമ്പോൾ അവിടെ പല ഒബ്സ്റ്റക്കിൾസും ഉണ്ട്, അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാറുള്ളത്. അതേപോലെ ലൈഫിൻ്റെ പലതും അങ്ങനെ കാണാനാണ് പറയുന്നത്. നമുക്ക് എല്ലാം അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അതായത് ചിലതൊക്കെ നമ്മളെ ഹൃദയത്തിൽ കൊള്ളും. പക്ഷേ നമ്മളെ വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് എല്ലാം നമ്മൾ ഈശ്വരൻ്റെ ഒരു ക്രിയേഷൻ ആണെങ്കിൽ അത് ഡിവൈൻ തന്നിട്ടുള്ളതാണ് എന്നാണ് ടാരോ പറയുന്നത്. അതിൽ നിന്ന് നമുക്കൊരു പാഠം ഉൾക്കൊള്ളാനുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ ഭയങ്കര സ്പിരിച്വലായിട്ട് പഠിപ്പിക്കാൻ തോന്നരുത്. ഇതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഒരു കാലത്ത് എൻ്റെ വൃക്കകളുടെ പ്രവർത്തനം നിലച്ച് ഞാൻ ഡയാലിസിൽ കിടന്നിട്ടുള്ള ആളാണ്. 6-7 മാസം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്ത് തെറ്റ് ഞാൻ ചെയ്തിട്ടാണ്. ഇതും 26 വയസ്സുള്ളപ്പോൾ വൃക്ക മാറ്റിവയ്ക്കുക ശസ്ത്രക്രിയ വേണ്ടി വന്നപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, വൃക്ക എന്ന് പറയുന്നത് വെറും 30 മിനിറ്റ് നിൽക്കാം, അല്ലെങ്കിൽ 12 വർഷം, അതിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ഇടായി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനു, വൈ മീ? എൻ്റെ കൂടെയുള്ള എല്ലാവരും പഠിക്കുന്നു, ജോലിക്ക് പോകുന്നു, വിവാഹം കഴിക്കുന്നു, ഞാൻ ആശുപത്രിയിൽ ഡയാലിസിൽ കിടക്കുന്നു, എൻ്റെ അച്ഛനമ്മയും കരയുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ വേദനകളും ഇതുമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലിരുത്തി എന്നെ സംസാരിപ്പിക്കുന്നു. അതേപോലെ നമ്മുടെ ഏറ്റവും വലിയ വേദനകളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരിവർത്തനം നമുക്ക് നൽകുന്നത് എന്നാണ് ടാരോ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ഇത് ചോദിക്കുന്നുള്ളതാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ മറ്റുള്ളവരോട് ഇത് ശരിയാവും, അത് ശരിയാവും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഡിയർ, എന്ന് വിളിക്കാൻ ശ്രമിക്കണം, ഞാൻ ഇംഗ്ലീഷ് അധ്യാപനമായതുകൊണ്ട് വരുന്നതാണ്. അതായത് ഈ ലോകത്ത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ആർക്കും നമ്മളെപ്പറ്റി ചിന്തിക്കാൻ നേരമില്ല. നമ്മളൊരു കാര്യം പറയുമ്പോൾ അവരുടെ മാന്യത കൊണ്ട് കേൾക്കുകയാണ്. ആ സമയത്തും അവരുടെ മനസ്സിൽ അവരുടെ പല കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഒരു കാര്യം നമ്മളോട് ഒരാൾ പറയുമ്പോൾ 100% നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റാറില്ല. പലപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ പല കാര്യങ്ങളും പ്ലേ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്ത് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അനുഭവം വെച്ചേ പറയുള്ളൂ. നമുക്ക് എന്ത് പറ്റുന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. നിങ്ങൾ ഓർക്കണം, നമുക്ക് ഈ ശ്രീലങ്കയ്ക്കുള്ള രാമായണത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ലങ്ക ഇത് ചാടാൻ ഹനുമാന് മാത്രമേ പറ്റുള്ളൂ. അത് ഹനുമാൻ മറ്റൊരാളോട് എനിക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ അവരില്ലാന്നേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഹനുമാനോട് ജാമ്പവാൻ പറഞ്ഞ് ഓർമ്മിപ്പിക്കുമ്പോഴാണ് ഹനുമാൻ അത് മനസ്സിലാക്കുന്നത്. അതേപോലെ ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഓരോ കഴിവുണ്ട്, അവർ ഓരോന്ന് ചെയ്യേണ്ടതാണ്. അപ്പോൾ എക്സ്റ്റേണൽ വാലിഡേഷൻ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്തു, നമ്മൾ വിജയിച്ചോ പരാജയപ്പെട്ടതുള്ളത് നമ്മൾ കെയർ ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇതാണ് അടുത്തൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ എനർജി ലെവലിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. 2 എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഭയങ്ങൾ അതിജീവിക്കണം എന്നുള്ളതാണ്. കാരണം ഒരുപാട് നമുക്ക് ചിന്തകളുണ്ട്, ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. 3 എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സ്, ഞാൻ പറഞ്ഞില്ല, ഇമോഷണൽ ആയിട്ടുള്ള കുറേ ബാഗേജ് കൊണ്ടു നടക്കുന്നുണ്ട്, അത് ഒഴിവാക്കണം. 4 മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അന്വേഷിക്കാതെ സ്വന്തം ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. 5 എന്ന് പറയുന്നത് ലൈഫ് സീസൺസ് മാതിരിയാണ്. നിങ്ങൾക്കറിയാലോ, എല്ലാ കാലവും ഒരേപോലെ ആയിരിക്കില്ല. മഴക്കാലത്തിൻ്റെതായിട്ടുള്ളതുണ്ട്, വേനൽക്കാലത്തിൻ്റെതായിട്ടുള്ളതുണ്ട്. അതേപോലെ ജീവിതം എന്നും ഒരേപോലെ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ചില സമയം നമുക്ക് നല്ലതായിരിക്കും, ചില സമയം നമുക്ക് ടഫായിരിക്കും. അതിനർത്ഥം ലൈഫ് എപ്പോഴും ടഫാണെന്നുള്ളത് അല്ല. അപ്പോൾ നമുക്കിതിൽ ചെയ്യാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് എനർജിയിലാണ് നിൽക്കുന്നത്, എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ സ്വയം ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. പക്ഷെ ചില സമയം നമുക്കിത് പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഈ ആത്മീയ ഉപകരണങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ടാരോയിൽ എത്തിപ്പെട്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. കോവിഡിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൊണ്ട് എനിക്ക് കോളേജിൽ പോകാൻ പറ്റാതെ ലീവ് എടുക്കേണ്ടി വന്ന സമയത്താണ് ഞാൻ ഈ ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എല്ലാം അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് ടാരോയിൽ വന്നിട്ടാണ്. ഇത് തികച്ചും അന്ധവിശ്വാസം എന്നുള്ള രീതിക്കൊക്കെയാണ് ഞാൻ വന്നത്. പക്ഷേ നമുക്കിതിൽ നിന്ന് ക്ലാരിറ്റി കിട്ടി, ഡയറക്ഷൻ കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ടാരോ ആണ് എന്നെ ടാരോ അധ്യാപകം പോലെ ആക്കിയത് ഞാൻ പറയും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് എല്ലാം സംഭവിക്കുന്നത് നമുക്ക് ഭാവിയിൽ തിരിഞ്ഞു നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിന്ന് സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതൊരു ടെമ്പററി ഫേസ് ആണെന്ന് മാത്രം നോക്കിയാൽ മതി. ചിലപ്പോൾ നമ്മൾ ഭാവിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ഇതായിരിക്കും നമുക്ക് ജീവിതത്തിൽ ക്ലാരിറ്റിയും അല്ലെങ്കിൽ നമ്മൾ ആവാൻ ഇതാക്കിയത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ടു തരുമ്പോൾ എനിക്ക് താങ്കളോട് 5 കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്നെന്ന് പറയുന്നത് എനർജിയിൽ മാറ്റം വരുത്തുക. ഉദാഹരണത്തിന് ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. രാവിലെ എക്സസൈസ് നടക്കാമെങ്കിൽ ചെയ്യല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജേർണലിങ് ചെയ്യുക. യൂട്യൂബ് കാണുന്ന സമയം കുറച്ചൊരു പുസ്തകം വായിക്കാൻ നോക്കുക. പുതിയ കാര്യങ്ങൾ, നമ്മൾ ഏത് മേഖലയിലാണെങ്കിൽ ആ മേഖലയിൽ കൂടുതൽ അറിവ് നേടാൻ നോക്കുക. അതായത് വീട് വൃത്തിയാക്കി വയ്ക്കുക, നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കുക. അതായത് എവറിത്തിങ് മേക്ക് സം ചേഞ്ചസ്. ആൾക്കാർ പറഞ്ഞു ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ എന്ന രീതിക്ക് നമ്മൾ എനർജി ലെവൽ മാറ്റണം എന്നുള്ളതാണ്. 2 എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. റിജക്ഷൻ പ്രൂഫ് എന്ന് പറയുന്നൊരു ബുക്ക് ഉണ്ട്. അതിൽ ആ വ്യക്തി ചെയ്യുന്ന ഒരിത് 100 ദിവസം അയാൾ ഒരു ചലഞ്ച് വയ്ക്കുകയാണ്, 100 നോ കിട്ടുന്നുള്ളത്. അതായത് അയാളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും, ആൾക്കാർ നോ എന്ന് പറയണം. ഉദാഹരണത്തിന് ആദ്യം ഒരു സെക്യൂരിറ്റി ഗാർഡ് അടുത്ത് $100 കടം ചോദിക്കും. അപ്പോൾ അയാൾ നോ
നോ എന്ന് പറയും. അങ്ങനെ എന്താ പറയുക, പിന്നെ വേറൊരു സ്ഥലത്ത് ഈ ജ്യൂസ് ഫ്രീ ആയിട്ട് റീഫിൽ ഉണ്ടാവും. അയാൾ ചോദിക്കും ബർഗർ ഫ്രീ ആയിട്ട് റീഫിൽ ചെയ്യുന്നു, അപ്പോൾ ഒരു നോ എന്ന് പറയും. അതായത് അതായത് ആ നോ 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 എന്ന് കേൾക്കുന്ന ആ റിജക്ഷൻ ആ ഇത് സ്ട്രെങ്തൻ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് ചെയ്യൂ എന്നാണ് പറയാനുള്ളത്. ആരെയും കയറേണ്ട കാര്യമില്ല. 3, നമ്മുടെ ഉള്ളിലുള്ള കുറേ നെഗറ്റീവ് ഇമോഷണൽ ബാഗേജ് ഉണ്ട്. നിങ്ങളെ ഓർക്കേണ്ട ഒന്നെങ്കിൽ ജേർണലിങ് ചെയ്യുക, നമ്മുടെ വികാരങ്ങളെല്ലാം എഴുതി കത്തിച്ച് കളയുക, അല്ലെങ്കിൽ അതെല്ലാം എന്താ പറയുക വേദനിപ്പിച്ചവരെയൊക്കെ ക്ഷമിച്ച് കളയുക. എന്തിനവരൊക്കെ ക്യാരി ചെയ്യുന്നു? കാരണം നമ്മളെ മനസ്സിനുള്ളിൽ അങ്ങനെ കുറേ ഇത് കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ പെർഫോമൻസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ 4 എന്ന് പറയുന്നത് ചിരിക്കുക, ഒരുപാട് ഡിവൈൻ്റെ ഇതിൽ വിശ്വസിക്കുക. 5 എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലൈഫിൽ. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ വായിച്ചു നോക്കുന്നതായിരിക്കും. അണ്ടിൽ വി മീറ്റ്, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്. താങ്ക് യു.